ഗുഡ് ഈവനിങ്. ഞാൻ അനീസ. ഇന്ന് വിമ്പിൾ അക്കാഡമിയുടെ 19ാം ബാച്ചിലെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പരിപാടിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. വിമ്പിൾ അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, ഒരു ട്രെയിനർ ആവാൻ ഒരിത്തിരി ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വിമ്പിൾ അക്കാഡമിയിലൂടെ നമുക്ക് ആ പൊസിഷനിൽ എത്തിച്ചേരാമെന്ന് അനുഭവത്തിലൂടെ തെളിഞ്ഞ ആൾക്കാരാണ് ഈ 19ാം ബാച്ചിലെ ഇന്നിപ്പോ നമ്മോട് അവതാരികയായി സംസാരിക്കാമെന്ന് റിയ മാമും ഞാനും അടക്കം ഒരുപാട് പേര് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ കാര്യം അറിയാമെങ്കിൽ വളരെ ചെറുപ്പത്തിലേ എനിക്ക് ഒരു സ്പീക്കർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്തെ സാഹചര്യത്തിന് അത് പറ്റിയില്ല, സാധിച്ചില്ല. എന്നാൽ ഇപ്പോ വളരെ വൈകി ഞാൻ വീണ്ടും ഇറങ്ങി ഒരുപാട് 4-5 സ്ഥാപനങ്ങളിൽ ഞാനിപ്പോ ഓരോരോ കോഴ്സ് ചെയ്തു. അവസാനമാണ് ഞാനിപ്പോ വിമ്പിൾ അക്കാഡമിയിൽ എത്തിച്ചേർന്നത്. ഇപ്പൊ പറയുന്നെങ്കിൽ മറ്റു അക്കാദമികളെയൊക്കെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സ്വപ്നം നടന്നത് വിമ്പിളിലെത്തിയതിനു ശേഷമാണ്. കാരണം നമുക്കൊരിത്തിരി ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കോട്ട് മാറിയാലും അതിന് സമ്മതിക്കാതെ അവിടെ നമ്മളെ സാറ്, ഫൈസൽ സാറ്, അതുപോലെ ജാസ്മിൻ മാം, നമ്മളെക്കാളും ആവശ്യം അവർക്കാണെന്ന രീതിയിലാണ് അവരുടെ മോട്ടിവേഷനും ഫോളോ അപ്പും. മടി പിടിച്ചിരുന്നാൽ പിന്നാലെ വന്ന് ജാസ്മിൻ മാമിനെ കൊണ്ട് സ്വൈര്യം കെട്ടുപോകും എന്ന അവസ്ഥയാണ്. ശരിക്കും വയ്യായെന്ന് എന്തെങ്കിലും വേണം മടി പിടിച്ചിരുന്ന ഇന്ന് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ നാളെയും വരും, മറ്റന്നാളും വരും, ഇന്ന് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവരും നമ്മളെ ആ സ്ഥാനത്തെത്തി. വിമ്പിൾ അക്കാഡമിയുടെ ട്രെയിനർ കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് ഇതിൽ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നത് റിയ മാം ആണ്. റിയ മാം സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മോട്ടിവേഷണൽ സ്പീക്കറാണ്. നമ്മുടെ കോഴ്സിൽ 19ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ മാമാണ് ഇന്നിവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു റിലവൻറ്റ് ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മാമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു ജാസ്മിൻ മാം. ഹാപ്പി ഈവനിങ് ടു ആൾ. എനിക്ക് ഇത്ര നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്ന ജാസ്മിൻ മാം നന്ദി അറിയിക്കുന്നു. ഇനി എന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ പേര് റിയ. ഞാൻ സൈക്കോളജി കഴിഞ്ഞതിന് ശേഷം മോട്ടിവേഷണൽ സ്പീക്കർ ആവുക എന്നത് എൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് ഞാൻ മനസ്സിലാഗ്രഹിച്ചപ്പോൾ എനിക്ക് വാതിലുകൾ തുറന്നു തന്നത് വിമ്പിൾ അക്കാഡമിയാണ്. വിമ്പിൾ അക്കാഡമിയിലെ ഫൈസൽ സാറിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല ക്ലാസ്സുകൾ എനിക്ക് ലഭിച്ചു. ഏത് സമയം എന്തൊരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിലും സാറ് എത്ര ക്ഷമയോടുകൂടി നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ജാസ്മിൻ മാം, നമ്മളെ അത്രയും സപ്പോർട്ടാണ് ജാസ്മിൻ മാം, ഫൈസൽ സാറും നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എനിക്കിതിനുള്ള അവസരം ഒരുക്കി തന്ന വിമ്പിൾ അക്കാഡമിയോട് ഇന്ന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന്? ഇന്നത്തെ ടോപ്പിക് ഹൗ ടു ബിൽഡ് സെൽഫ് എസ്റ്റീം ഇൻ ചിൽഡ്രൻ, ഇമ്പോർട്ടൻസ് ഓഫ് എൻകറേജ്മെന്റ് ആൻഡ് പ്രൈസ്. അപ്പോൾ ഒരു കുട്ടിയുടെ മാനസികവും വൈകാരികവുമായ വികാസത്തിന് സെൽഫ് എസ്റ്റീം അഥവാ ആത്മാഭിമാനം വളരെ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. സെൽഫ് എസ്റ്റീം ചുരുക്കി പറഞ്ഞാൽ എന്താണ് സെൽഫ് എസ്റ്റീം? അവനവനെ കുറിച്ചുള്ള ഒരു മതിപ്പ്, നമുക്ക് നമ്മുടെ കഴിവിനെ കുറിച്ച് വ്യക്തമായ ബോധം. ഞാൻ എന്താണ്, എനിക്ക് ഏതൊക്കെ കഴിവുകളാണ് ഉള്ളത്. അപ്പോൾ ഒരു കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ അവന് എന്തൊക്കെ കഴിവുണ്ട്, അവൻ എന്താണ്, അവന് സ്വയം ബോധ്യമാകുന്നതാണ് എന്ത്
സെൽഫ് എസ്റ്റീമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ സെൽഫ് എസ്റ്റീം, എങ്ങനെയാണ് സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്നത്? സെൽഫ് എസ്റ്റീം ഉണ്ടാവാൻ ആരാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്? സെൽഫ് എസ്റ്റീം ഉണ്ടാവാൻ നമ്മൾ പാരൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത്. ഒരു കുട്ടി കണ്ടു പഠിക്കുന്നത്, കേട്ടു പഠിക്കുന്നത് അവന്റെ അച്ഛനമ്മമാരിൽ നിന്നാണ്. ഇപ്പൊ അച്ഛനമ്മമാർ മാത്രമല്ല, കുട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആരാണോ, ഇപ്പൊ കൂടുതലും ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം. കുട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആരാണോ, അവരിൽ നിന്നാണ് ഒരു കുട്ടിക്ക് സെൽഫ് എസ്റ്റീം രൂപപ്പെടുന്നതിനുള്ള ആദ്യത്തെ വാതിലുകൾ അച്ഛനമ്മമാരിൽ നിന്നാണ്. അവരുടെ സപ്പോർട്ട്, അവർ കൊടുക്കുന്ന ഓരോ വാക്കുകൾ കൊണ്ട്, അതൊക്കെയാണ് ഒരു കുട്ടിയെ മുന്നോട്ട് കൈപിടിച്ച് നടത്തുന്നതിനുള്ള ഘടകം. സെൽഫ് എസ്റ്റീം കൂടുന്നതിനുള്ള ഘടകങ്ങളാണ് ഇതെല്ലാം. അപ്പോ സെൽഫ് എസ്റ്റീം എങ്ങനെയാണ്, സെൽഫ് എസ്റ്റീം കൊണ്ട് എന്താണ് ഗുണം, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സെൽഫ് എസ്റ്റീം കൂടുതലുള്ള കുട്ടികൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണുള്ളത്? അവര് ഞാൻ പറയാൻ എന്തായാലും അപ്പൊ കറണ്ട് പോയി, വൈഫൈ ഒക്കെ ഓഫ്. സാരില്ല അനീസ മാം പറഞ്ഞു. സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികള് അവരുടെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാനും ഒരു സ്വയം പര്യാപ്തരായിട്ട് ജീവിക്കാനൊക്കെ ഒരു കഴിവുള്ള കുട്ടികളായിരിക്കും അല്ലെ? അതെ അതെ അതെ. അവർക്ക് റെസിലിയൻസ് പവർ ഉണ്ടാവും, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതെ. ആൻഡ് ദേ മെയിൻറ്റെയിൻ ഹെൽത്തി റിലേഷൻഷിപ്സ് ഓൾസോ. അതെ. അപ്പൊ താങ്ക് യു ലിഫ്ന മാം, താങ്ക് യു അനീസ മാം. അപ്പോ സെൽഫ് എസ്റ്റീം കൂടുതലുള്ള കുട്ടികൾക്ക് അവർക്ക് ഉയർന്ന രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും, അപ്പോൾ നല്ല ആത്മവിശ്വാസം കൂടുതലായിരിക്കും, അതുപോലെ തന്നെ മാനസിക ആരോഗ്യം വളരെ മെച്ചപ്പെട്ട രീതിയിലായിരിക്കും. ഇനി ഒരു ലോ സെൽഫ് എസ്റ്റീമിലോട്ട് വരികയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താണ്? ആ കുട്ടിക്ക് തന്നെ സംശയം, ഈ കഴിവുകളൊക്കെ എനിക്കുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്ക് ആ കഴിവുണ്ടോ? സംശയം, എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ? എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഡൗട്ട്ഫുൾ തോട്ട്സ്, അവർക്ക് നെഗറ്റീവ് തോട്ട്സും കൂടുതലാണ് സെൽഫ് എസ്റ്റീം, ലോ സെൽഫ് എസ്റ്റീം. അപ്പൊ നമ്മള് ചെറുപ്പം മുതലേ കുട്ടികളെ നല്ല വാക്കുകൾ കൊണ്ട്, നമ്മൾ പാരൻസ് നല്ല മാതൃകയാവണം. ഇപ്പോ പല സെൽഫ് എസ്റ്റീം കുറയ്ക്കുന്നതിന് ഈ പാരൻസിന്റെ ചില സ്വഭാവങ്ങളുണ്ട്. ചില സ്വഭാവങ്ങൾ കാരണം കുട്ടിയുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ആ സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? അപ്പോ ഒന്നാമതായിട്ട്, കുട്ടിയുടെ രൂപത്തെയും നിറത്തെയും പറ്റി തമാശ രൂപേണ കളിയാക്കുന്നത്. ഇപ്പോ പല പാരൻസും ചിലപ്പം അറിയാതെയായിരിക്കാം അവർ പറയുന്നത്, എന്താണ്, എൻ്റെ മകൻ കളറില്ല, അല്ലെങ്കിൽ എൻ്റെ മൂത്ത കുട്ടി നല്ല കളറുണ്ട്, രണ്ടാമത്തെ കുട്ടി തീരെ കളറില്ല. അതുപോലെ എന്താണ്, എൻ്റെ മോളുടെ പല്ല് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തല്ലുകൂട്ടത്തിന്റെ ഇടയിൽ പറയണവര്, കണ്ടോ എനിക്ക് എത്ര കളറുണ്ട്, നിന്റെ കളറാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ പല്ല് കണ്ടില്ലേ, ആ പൊന്തിയ പല്ല് കറക്റ്റ് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന കുട്ടിക്ക് ആ കുട്ടിയുടെ ഫീലിങ്സ് എന്തായിരിക്കും? അവർക്കത് താങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ? നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് എന്തെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാട്ടോ ഈ സമയം. ഇങ്ങനത്തെ പലതരത്തിലുള്ള കളിയാക്കലുകൾ നേരിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവർ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ അനുഭവ കഥകൾ ഇവിടെ പറയാം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പാരന്റ്സ് ഒന്നല്ല, അടുത്ത വീട്ടിലെ കുട്ടികളെ അവരൊക്കെ ഇങ്ങനെ ഒരു കുട്ടീനെ പറയും, നിന്നെ തവിട് കൊടുത്തു വാങ്ങിയതാണ്, നിന്റെ അമ്മ പ്രസവിച്ചതല്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലെ തോട്ടിന്ന് കിട്ടിയതാണ്, അങ്ങനെയൊക്കെ. എന്റെ പാരന്റ്സ് അത് പറഞ്ഞിട്ടില്ല, അവര് നല്ല ഇതിൽ തന്നെ വളർത്തി.
അതെ. റിയ മാം ഇത് പറഞ്ഞപ്പോൾ ഞാനിതുപോലെ അനീസ മാം പറഞ്ഞ മാതിരി എൻ്റെ അനുഭവമല്ല, പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ കുട്ടിക്കാലത്ത് അനിയത്തി ഉണ്ടായപ്പോൾ എപ്പോഴും മൂത്ത കൊച്ചിന് നിറമില്ല, അപ്പോൾ ഇളയ കുട്ടി നല്ല കളർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നും കമ്പാരിസൺ ആണ്. വീട്ടിൽ വരുന്ന ആൾക്കാരായാലും ഒക്കെ ഇങ്ങനെ കമ്പാരിസൺ നടത്തും. അപ്പോൾ ഈ കമ്പാരിസൺ നടത്തുന്നതിൽ ഫീലായിട്ട് എൻ്റെ ഈ ഫ്രണ്ട് പറയും, തൊട്ടിൽ കടന്നുറങ്ങണ അനിയത്തീനെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി പിച്ച് എണീപ്പിക്കും. അതായത് വീട്ടുകാർക്ക് ഒരു ശല്യമാവട്ടെ, അവൾ അങ്ങനെ ഇപ്പോൾ സ്വിച്ച് ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് പിച്ച് എണീപ്പിക്കും. എന്നുവെച്ചാൽ ഒരു പ്രായം എത്തുന്നവരെ എപ്പോഴും എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു, അനിയത്തിക്ക് കളറുണ്ട് എനിക്ക് കളറില്ല എന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അത് റിയലൈസ് ചെയ്തു, അവൾ മാറ്റി എന്നാണ് പ്രത്യക്ഷത്തിൽ നമ്മളോട് പറയുന്നത്. പക്ഷെ ഇതുപോലെ എത്ര കുട്ടികളുണ്ടാവും മനസ്സിൽ ഈ ഒരു വിഷമം കൊണ്ട് ജീവിക്കുന്നത്. അത് ശരിയായിട്ടും ഈ പറഞ്ഞ മാതിരി സെൽഫ് എസ്റ്റീമിനെ നല്ലോണം ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇത് അവരുടെ ത്രൂ ഔട്ട് ലൈഫിൽ അവർക്കത് അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അല്ലെ. എനിക്ക് അറിയുന്ന ഒരാളുണ്ട്, അവളെപ്പോഴും പറയും, അതായത് അവളുടെ കുഞ്ഞിലെ അവളുടെ മാമന്മാരെല്ലാം അവളുടെ അടുത്ത് പറയും, നീ കളറില്ല, മീൻസ് കുറച്ച് ഭംഗിയുള്ളവരുടെ, അതായത് കസിൻസ് ഒക്കെ നല്ല ഭംഗിയല്ലാണ്ട് അവള് കളറില്ലാത്തപ്പോൾ നീ അവരുടെ ഒപ്പം പോണ്ട, നീ അവരുടെ ഒപ്പം കണ്ണു തട്ടാതിരിക്കാൻ പോകുന്നതാണോ. അപ്പൊ ഇപ്പോഴും ആള് മീൻസ് അഡൽട്ട് ആയിട്ടും അവള് പറയും അത് ഭയങ്കരമാണ്, ഇപ്പോഴും മറക്കാൻ പറ്റാത്ത വാക്കുകളാണ്. അപ്പൊ അങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ മതിയാവും അല്ലെ സെൽഫ് ഇങ്ങനെ ഉണ്ടാവുമ്പോ. എനിക്ക് അനുഭവമല്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. താങ്ക്സ് നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞതിന്. ശരിയാണ്, നമ്മള് തമാശ രൂപേണ നമ്മള് പറയുമ്പോ എന്താ തമാശ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അത് കേൾക്കുന്ന കുട്ടിക്ക് അതൊരു തമാശയാവില്ല. അവരുടെ ജീവിതം തന്നെ കുറച്ച് വലുതാവുമ്പോ അവർക്കത് ബാധിക്കും. അവർക്കൊരു എന്റെ അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ ചെറുപ്പത്തില്, എന്റെ അമ്മ എന്നെ അത്രയും വേദനിപ്പിച്ചു എന്നൊരു. മാം ഇവരുടെ ഫോട്ടോ എടുക്കാനൊന്നും വരില്ല, സെൽഫി എടുക്കാനൊന്നും അവള് വരില്ല. അവൾക്ക് ഉള്ളിൽ അവളുടെ ആ ഒരു മീൻസ് ഞാൻ വരില്ല, എന്നെ ഫോട്ടോയില് ബോറായിരിക്കും അങ്ങനെ പറഞ്ഞ അവള് മാറി നിൽക്കും. അതെ അതെ അനുഭവസ്ഥ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ചെറുപ്പത്തില് എനിക്ക് 2 കവിളിലും നിറച്ച് മുഖക്കുരുവായിരുന്നു. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോ പല ആൾക്കാരും ഇതുപോലെ എന്താ അയ്യേ അയ്യേ എന്ന് പറഞ്ഞിട്ട് പേടിയാവുന്നു, നിന്റെ മുഖം കണ്ടിട്ട് പേടിയാവുന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് എത്തിയപ്പോ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഹോർമോണിന്റെ ഭാഗമാണ്. നമ്മളത് എന്താ പറയാ അംഗീകരിക്കും, ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ മുതിർന്നവരെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു ഇതുണ്ട്. പക്ഷെ ഉള്ളിൽ എനിക്ക് എന്താണ് ഇപ്പോഴും ചെറുപ്പത്തിലെ ആ ചേച്ചി എന്നെ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു ആ ചേച്ചിയുടെ കാണുമ്പോ എനിക്ക് ചിലപ്പം തോന്നും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു വലുതാവുമ്പോ എന്താണ് അമ്മ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, അമ്മ പണ്ട് എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊരു ഫീലിങ്സ് ആ ടൈമിൽ അവർക്ക് ഉണ്ടാവും. അപ്പൊ മുതിർന്നവരെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ചിലപ്പോൾ എന്താണ് അങ്ങനെ റിയാക്ട് ചെയ്യാൻ അവരുടെ ഫീലിങ്സ് മുഴുവനും പുറത്തെടുക്കണമെന്നും അവർക്ക് അറിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അവരത് ഉള്ളിൽ വെക്കും. ഉള്ളിൽ ആ വിഷമം അവർക്കത് കൊണ്ട് നടക്കുമ്പോൾ എന്തുണ്ടാവും, സെൽഫ് എസ്റ്റീമിനെ സാരമായിട്ട് ബാധിക്കും. ഇനി അടുത്ത ഒരു പാരന്റ്സ് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. എന്തിനും ഏതിനും എന്താണ് അപ്പുറത്തെ ആൾക്കാരെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെ കുട്ടികളെ കമ്പയർ ചെയ്യുക. അങ്ങനെ നമ്മൾ കമ്പാരിസൺ ചെയ്യും. ഇപ്പൊ ഒരു കുട്ടി 50 എന്താണ് ഒരു 23 മാർക്ക് വാങ്ങിച്ചു മാത്സിൽ. അപ്പൊ നമ്മൾ ഉടനെ തന്നെ എന്താ ചോദിക്കുക, ആ അപ്പുറത്തെ വീട്ടിലെ മനുവിന് എത്ര മാർക്ക്? അപ്പൊ പറയും അവന് 45, 50 45 കിട്ടി. അപ്പൊ നീ എന്താണ് ഇങ്ങനെ, നിനക്ക് ഇവിടെ എന്തിന്റെ കുറവാണ്, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, കമ്പയർ ചെയ്ത് അവരുടെ ഒരു ഉള്ള വിശ്വാസം കൂടി കെടുത്തുന്ന പാരന്റ്സും ഉണ്ട്. അതുപോലെ തന്നെ വ്യക്തമായ കാര്യങ്ങളില്ലാതെ കുട്ടികളെ നിരന്തരം ശകാരിക്കുന്നത്. അതായത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചിലപ്പം അവരുടെ ഒരു പ്രഷർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടെൻഷൻ കുട്ടികളുടെ മീതെ എടുക്കുന്ന പാരന്റ്സും ഉണ്ട്. അപ്പൊ അവരുടെ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോ അവരുടെ ആ ഒരു ടെൻഷനും, അവർക്ക് കിച്ചണിൽ വർക്ക് ചെയ്യണം, അപ്പൊ കുട്ടി വന്ന് എനിക്ക് ഹോംവർക്ക് അത് ചെയ്യണം അമ്മ ഇത് ചെയ്യണം അമ്മ, അപ്പൊ അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ടെൻഷനും കൂടി
കുട്ടിയുടെ അടുത്തടുത്ത് എന്തിനും ഏതിനും കുറ്റാണ്. എന്തിനും ഏതിനും നിസ്സാര കാര്യങ്ങൾ വരെ ചോദിച്ചാലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ദേഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നല്ല വാക്ക് ആ കുട്ടി കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ കാലത്ത് ആ കുട്ടി എഴുന്നേൽക്കുമ്പോ തന്നെ എന്താണ് കേൾക്കുന്നത്? ആ പാരന്റ്സിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്. നീ എന്താ എത്ര സമയം ഉറങ്ങുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ എഴുന്നേറ്റ് വരുന്ന ആ ഒരു സ്റ്റാർട്ടിങ് മോർണിംഗ് ഒക്കെ നമ്മൾ നല്ല ഒരു വേർഡ് കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ്, പല പാരന്റ്സും എഴുന്നേൽക്കുമ്പോ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ടോക്ക് പറഞ്ഞിട്ട് അവരുടെ അത് കഴിഞ്ഞാൽ നേരെ തന്നെ സ്കൂളിലോട്ട് പോകുന്നു. സ്കൂളിൽ പോകുമ്പോൾ ഓരോ കുട്ടികൾക്കും 9ഉം 10ഉം സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും അപ്പോഴും എന്താണ്, പിന്നെയും പാരന്റ്സിന്റെ വക ചീത്ത. അപ്പൊ നിരന്തരമായിട്ട് എല്ലാ സമയവും കുറ്റപ്പെടുത്തുന്ന പാരന്റ്സ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീമിനെ അത് സാരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ചില പാരന്റ്സ് കുട്ടികളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവഗണിക്കും. ഒരു ചെറിയൊരു ചിത്രം വരച്ചിട്ട് ഒരു കുട്ടി കാണിക്കാണ്, അമ്മേ ഒന്ന് വന്ന് നോക്കൂ എന്റെ ചിത്രം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നമ്മളോട് അത്ര സ്നേഹത്തില് കാണിക്കാൻ വരികയാണ്. പക്ഷെ എന്താ, നമുക്ക് സമയമില്ല, നമുക്ക് എന്തിട്ടത്, നീ എന്തിട്ടാ വരച്ചത്, പൂവോ, ഇതിനാണോ നീ എന്നെ വിളിച്ചത്, ഞാൻ അടുക്കളയിൽ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ സമയത്താണ് നീ അവന്റെ ഒരു പൂവ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവൻ വരച്ച എന്തെങ്കിലും ആ കുട്ടിയുടെ ഒരു കഴിവ്, ക്രിയേറ്റിവിറ്റി അവൻ കാണിക്കുമ്പോ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അവനൊന്ന് അംഗീകരിച്ച് മോളെ നന്നായിട്ടുണ്ട് നീ ചെയ്തത്, സൂപ്പറാണ് എന്നൊരു വേർഡ് മതി. അവരതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മളെന്താ, നമുക്കത് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലായ്മ എന്തോ അത് ആ കുട്ടികളെ ബാധിക്കും. അതുപോലെ തന്നെ പല പാരന്റ്സ് ഓവർ പ്രൊട്ടക്ട് ചെയ്യും കുട്ടികളെ. ചെറുപ്പം മുതലേ തന്നെ എന്താണ് ചിറകിനടിയിൽ കുട്ടികളെ ഒളിപ്പിച്ച് ഒന്നും സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കാൻ അനുവദിക്കില്ല. പാരന്റ്സ് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും. ഒന്നും ഒരു ഫ്രീഡം അല്ല, ഭയം. എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന പാരന്റ്സിന്റെ വറി ആയിരിക്കാം അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. എന്റെ മോൻ എന്തെങ്കിലും പറ്റുമോ, ഞാൻ അടുത്തില്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറ്റുമല്ല, ഞാൻ ചെയ്ത് കൊടുക്കാം, ഒരു ഘട്ടം വരെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അവരെ എല്ലാത്തിനും പാരന്റ്സ് ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുമ്പോ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ, സ്വതന്ത്രമാവാൻ പറ്റില്ല, അവർ ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റില്ല. അവരപ്പോഴും ഈ പാരന്റ്സിനെ ആശ്രയിച്ചിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ. ആ ഒരു 10-25 വയസ്സ് വരെ ചിറകിൻ കീഴിൽ കൊണ്ടു നടന്ന കുട്ടീനെ 25 വയസ്സ് കഴിയുമ്പോ പറയാണ് അമ്മ, അല്ലെങ്കിൽ പാരന്റ്സ്, അച്ഛനും അമ്മയും പറയാണ്, ഇനി നീ പൊക്കോ, നീ വലുതായി, ഒറ്റയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം അവന് ഒന്നും അറിയില്ല. കാരണം അവന് ജീവിതകാലം ഇത്ര കാലം അവന്റെ പാരന്റ്സ് ആണ് എല്ലാം ചെയ്തു കൊടുത്തത്. അപ്പൊ അവന് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അറിയുന്നില്ല, എങ്ങനെ സമൂഹത്തിൽ നടക്കണം എന്നറിയില്ല, ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയുന്നില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഒരു കാലം കഴിയുമ്പോ ഈ പാരന്റ്സ് തന്നെ പറയും, കണ്ടില്ലേ 10-25 വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കാണ്, മറ്റേ കുട്ടീനെ കണ്ടില്ലേ, അവൻ വേറെ കോഴ്സിന് ചേർന്നു, ജോലിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും. എന്താണ്, ഈ കുട്ടി എവിടെ തെറ്റുകാര്? കുട്ടി തെറ്റുകാരനാണോ? അല്ല, പാരന്റ്സ് അങ്ങനെയാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോ ഒരു സ്റ്റേജ് കഴിയുമ്പോ അവര് ഡിപ്രഷനിലോട്ട് പോവും, മെന്റൽ ഡിസോർഡറിലോട്ട് പോവും. ആ ഒരു സ്റ്റേജ് വരുത്തി കൊടുക്കുന്നത് പാരന്റ്സ് ആണ്. അതുപോലെ തന്നെ കുട്ടികള് ഓവർ എക്സ്പെക്ടേഷൻ. ഇപ്പൊ എല്ലാ പാരന്റ്സിനും എന്റെ മക്കള് നല്ല രീതിയിൽ പോകണം, നല്ല ജോലി കിട്ടണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. സ്വപ്നം കാണുന്നതുകൊണ്ട് തെറ്റില്ല, സ്വപ്നം കാണാം. പക്ഷെ തന്റെ കുട്ടിക്ക് ആ ഇഷ്ടമാണോ, ആ കഴിവുണ്ടോ എന്നും കൂടിയും അറിയുമ്പോഴാണ് അവനെ ചേർത്ത് നിർത്തി ഇതാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോ എന്റെ പാരന്റ്സിന്റെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് ആവാൻ പറ്റുന്നില്ല എന്ന ഒരു വിഷമം കുട്ടിക്ക് കൂടും. കാരണം അച്ഛനാഗ്രഹം മകനെ ഡോക്ടർ ആക്കണം എന്നാണ്, പക്ഷെ അവനത് പറ്റുന്നില്ല. അപ്പൊ അവനിഷ്ടം വേറെ കോഴ്സ് ചെയ്യാനാണ്, പക്ഷെ പാരന്റ്സ് സമ്മതിക്കുന്നില്ല.
അവരുടെ എക്സ്പെക്ടേഷന് മുമ്പിൽ കുട്ടിയുടെ ആഗ്രഹങ്ങളെല്ലാം അവിടെ മൂടി ഒതുങ്ങി പോവുകയാണ്. കുട്ടി ഡിപ്രഷനിലോട്ട് പോവുകയാണ്. അവനെവിടെയാണ് സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല, ലോ സെൽഫ് എസ്റ്റീമിലോട്ട് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, കുട്ടികളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായിരിക്കാം, അതൊക്കെ നമ്മൾ അവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് സെൽഫ് എസ്റ്റീം ഒക്കെ കൂടുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം ഇനി എങ്ങനെ കൂട്ടാം, ഇത് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഹെൽത്തി ഹാബിറ്റ്സ്. ഒന്നാമത്തെ പോയിന്റ് ഹെൽത്തി ഹാബിറ്റ്സ്. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുള്ളത്. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം കുട്ടിക്ക് വേണം. അപ്പൊ എന്ത് വേണം? നല്ല ഭക്ഷണം, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം, നല്ല വെള്ളം ധാരാളം കുടിക്കണം, നല്ല വിശ്രമം, ആവശ്യത്തിനുള്ള വിശ്രമം, ഉറക്കം, ഇതെല്ലാം ഒരു കുട്ടിക്ക് ഉറപ്പ് വരുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് എക്സസൈസ്, യോഗ, പ്ലേ ടൈം. ഇപ്പോൾ പ്ലേ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൊബൈലിൽ തോണ്ടി കളിക്കാനായിരിക്കും കുട്ടികൾക്ക് അറിയുള്ളൂ. ഞാൻ മൊബൈലിൽ കളിക്കുന്നുണ്ട് എന്ന മൊബൈലത്തെ കളി മാത്രമേ അറിയുള്ളൂ, വേറെ കളി ഒന്നും അറിയില്ല കുട്ടികൾക്ക്. കാരണം അവർക്ക് മറ്റും അറിയില്ല. കാരണം അവർക്ക് സ്കൂളിൽ പോകുന്നു, ഓരോ പീരീഡും ഓരോ ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഹോംവർക്ക്, അതിന്റെ ടാസ്കുകൾ വേറെ, നാളെ ചെയ്യാനുള്ള വേറെ ആക്ടിവിറ്റീസ്. അത് കഴിഞ്ഞ് അവർ വീടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെ കളിക്കാൻ നേരം? അപ്പൊ തന്നെ ട്യൂഷന് ഓടുകയാണ്. ഇനിയിപ്പോ കുട്ടികൾ എന്തെങ്കിലും കളിക്കുന്നത് കണ്ടാൽ തന്നെ പേരൻസ് പറയും, മതി കളി നിർത്തിക്കോ, നാളത്തെ ഹോംവർക്ക് ചെയ്യേണ്ട സമയമായിന്ന്. അപ്പോ പ്ലേ ടൈം ഇല്ല അവർക്ക്. പ്ലേ ടൈം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് വിനോദത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അപ്പൊ ആ സമയം ഇപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കുട്ടികളെ കുറച്ചു നേരമെങ്കിലും കളിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കണം. ഇപ്പൊ മൊബൈൽ, ഒരുവിധം എല്ലാ വീടുകളിലത്തെ കുട്ടികളും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ പഠനപ്രകാരം പറയുകയാണെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നാണ് പറയുക. പക്ഷെ നമ്മള് ഇപ്പൊ ഒരു കുട്ടി സൈലന്റ് ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ശാന്തനായിട്ട് ആ കുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ മാത്രമാണ് പല വീടുകളിലും കുട്ടി ശാന്തനാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ടൈം ലിമിറ്റ് നിർബന്ധമായിട്ടും വെക്കണം. അത് നമ്മൾ പാരൻസിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അച്ചടക്കം ശീലിപ്പിക്കണം. ആദ്യത്തെ 5 വയസ്സ് വരെ ഒരു കുട്ടി നല്ലപോലെ പാരൻസ് സ്നേഹിക്കണം, കുട്ടീനെ നല്ലപോലെ സ്നേഹിക്കണം, അവരെ ലാളിക്കണം, കുഞ്ചിക്കണം എന്നാണ് പറയുക. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ കുട്ടിയെ ഡിസിപ്ലിൻ, അച്ചടക്കം, നല്ല നല്ല ശീലങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പൊ കുട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും ബാഗ് വലിച്ചിടും, ഷൂ ഒരു സ്ഥലത്ത്, സോക്സ് ഒരു സ്ഥലത്ത്, ടൈ ഒരു സ്ഥലത്ത്, ഐഡന്റിറ്റി കാർഡ് ഒരു സ്ഥലത്ത്. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ ശീലങ്ങൾ, സോക്സും ഷൂവും ഒക്കെ അതിൻ്റെതായ പ്ലേസിൽ വെക്കുക, ഐഡന്റിറ്റി കാർഡും ടൈയും ഒക്കെ അതിൻ്റെതായ പ്ലേസിൽ വെക്കുക. അങ്ങനെ ചെറിയ ചെറിയ പണികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ വീട്ടിലത്തെ പാത്രങ്ങൾ കിച്ചണിൽ കൊണ്ടുവയ്ക്കുക, കഴുകാൻ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് കഴുകാൻ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ബെഡ് വിരിച്ച് ക്ലീൻ ചെയ്ത് മടക്കി വെച്ചിട്ട് പോവുക. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രായത്തിൽ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശീലിപ്പിക്കണം. ഇനി 15 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പാരൻസിന്റെ അച്ഛനും അമ്മയും കുട്ടികളോട് നല്ല ചങ്ങാതിയാവണമെന്ന് പറയാം. നല്ല ചങ്ങാതിയാവണം. മക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവരുടെ പ്രശ്നങ്ങൾ അവർ വന്ന് പറയുമ്പോൾ നമ്മൾ സമാധാനത്തോട് കേട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഈ സമയത്ത് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ അത് നമ്മൾ വിചാരിച്ച ഒരു ഇതിൽ വരില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ കുട്ടികളെ എന്തൊക്കെ അച്ചടക്കം ആണ് പഠിപ്പിക്കുന്നത്, ചെയ്യിപ്പിക്കാറുണ്ടോ? ചെറിയ ചെറിയ ജോലികളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ?
യെസ്, ചെയ്യിപ്പിക്കാറുണ്ട്. എന്തൊക്കെയാ ചെയ്യിപ്പിക്കാറ് അർച്ചന മാം? ഞാൻ എനിക്ക് 2 മക്കളാണ്. ഇപ്പൊ 2 പേരെയും ഒരു ഏജ് ആയപ്പോൾ തൊട്ട് ഈ പറഞ്ഞ പോലെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവനവന്റെ സാധനങ്ങളെല്ലാം ആദ്യം തന്നെ നമ്മൾ അങ്ങനെ ഒരു ചിട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് എന്നുള്ളത്. അപ്പൊ അവരോട് അത് ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ പറയേണ്ടി വരും. പക്ഷെ അത് അവർ പിന്നെ ഫോളോ ചെയ്ത് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ടൈ എവിടെയാ, സോക്സ് എവിടെയാ, ഐഡന്റിറ്റി കാർഡാണ് എന്നും മറന്നു പോകും എവിടെയാന്ന് പിള്ളേർ തപ്പും. അപ്പൊ ഇതിനൊക്കെ നമ്മളൊരു പ്ലേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ വെക്കണം. പിന്നെ അവരൊക്കെ ഇപ്പോൾ ഒരു ഇത്തിരി ഏജ് ആയി ഒരു 8-10 വയസ്സാകുമ്പോഴേക്കും അവരുടെ ഇന്നർ എല്ലാം അവർ തന്നെ വാഷ് ചെയ്യണം. പ്ലേറ്റ്സ് അവർ തന്നെ കഴുകണം. അതൊക്കെ നിർബന്ധമാണ്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റും അവർ എണീറ്റ് ആദ്യം പോവുകയാണെങ്കിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലേറ്റും കഴിയിപ്പിക്കും അവരെ കൊണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ആ മടി മാറണ്ടേ. അവനവൻ്റെ പ്ലേറ്റിൽ നിന്ന് മാത്രമല്ല മറ്റൊരാളുടെ ആണെങ്കിലും കഴുകാനുള്ള മടിയെല്ലാം മാറണം. അപ്പം അങ്ങനെ 2 പേരെ കൊണ്ടും ചെയ്യിപ്പിക്കാറുണ്ട്. അത്യാവശ്യം ഇടയ്ക്കൊക്കെ വൃത്തിയാവില്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും അടിച്ചു വാരിപ്പിക്കും. അതുപോലെ മെഷീനിൽ നിന്ന് തുണി എടുത്തു കഴിഞ്ഞ് ഞാൻ തോരി ഇടിപ്പിക്കും. അവരുടെ തുണികൾ ആദ്യമൊക്കെ നമ്മൾ മടക്കി കൊടുത്തിട്ട് അവരുടെ പ്ലേസിൽ വെക്കാൻ പറയുമായിരുന്നു. ഇപ്പൊ അവരെ കൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ മടക്കി വെപ്പിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യിക്കാറുണ്ട് കുട്ടികളെ കൊണ്ട്. അതെ, അത് നല്ലൊരു ശീലമാണത്. അപ്പൊ അപ്പോഴാണ് അവർക്കൊരു വലുതാവുമ്പോഴും അങ്ങനെ ചെയ്യണം എന്നൊരു ഇത് വരുള്ളൂ. ഒരു ഒരു സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ശീലിപ്പിച്ചില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുന്നത്? തോന്നിയ പോലെ ആയിരിക്കും. ഈ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞൊരു പ്രോവർബ് ഉണ്ടല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു സമയത്ത് അത് ശരിയാവില്ല. അതുപോലെ തന്നെ ഫോക്കസ് ദെയർ സ്ട്രെങ്ത്. ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണല്ലേ. എല്ലാ കുട്ടികളും അവരുടേതായ കഴിവുകൾ അവർക്കുണ്ട്. ചില കുട്ടികൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ടായിരിക്കും, നല്ല മാത്സിൽ ചാമ്പ്യൻ ആയിരിക്കാം, GK ചാമ്പ്യൻ ആയിരിക്കാം, അതുപോലെ നല്ല ഫാസ്റ്റ് റണ്ണർ ആയിരിക്കാം, അമേസിങ് ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറി ടെല്ലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു സുഹൃത്തായിരിക്കാം. ഇനിയിപ്പോ ഒരു കഴിവും ഇല്ല എന്ന് ഒരു കുട്ടി പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പാരന്റ്സ് വന്ന് പറയാണ് എൻ്റെ മകന് ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കഴിവില്ലാതെ ഒരു കുട്ടി ജനിക്കുന്നില്ല. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും. കഴിവില്ല എന്ന് പറയുന്ന ഒരു പാരന്റ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ കുട്ടിയുടെ കഴിവിനെ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ആ കുട്ടിയുടെ കഴിവിനെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് ഇല്ലാത്തത് കൊണ്ടല്ല. ഇപ്പൊ നമ്മള് വൈറലായിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കൈയും കാലും ഇല്ലാത്ത കുട്ടി കൈയും കാലും ഇല്ല കുട്ടിക്ക്, പക്ഷെ വായ ഉപയോഗിച്ചിട്ട് ബ്രഷ് വായിൽ പിടിച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ള ചിത്രം ആ കുട്ടി വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡാൻസർ സുധാചന്ദ്രൻ, ആൾക്കൊരു അപകടത്തില് ഒരു കാല് നഷ്ടപ്പെട്ടു, പക്ഷെ നല്ല ഫേമസ് നർത്തകിയാണ് ഇന്ന്. അതുപോലെ തന്നെ പാരാ ഒളിമ്പിക്സില് കാലുകൾ നഷ്ടപ്പെട്ട ഒരു വിന്നർ ആയിട്ടുണ്ട് ഇപ്പോ. അപ്പോ നമുക്ക് കഴിവുകൾ ഇല്ലാത്തതല്ല, ആ കഴിവുകളെ പാരന്റ്സ് തിരിച്ചറിയാതെ പോകുന്നതാണ്. അപ്പൊ പാരന്റ്സ് എങ്ങനെ തിരിച്ചറിയണമെങ്കിൽ കുട്ടിയുടെ കൂടെ സമയം കണ്ടെത്തണം. അല്ലാണ്ട് കുട്ടി അടുത്ത് വന്ന് പറയില്ല അമ്മ എനിക്ക് ഇങ്ങനെ കഴിവുണ്ട്, എനിക്ക് അങ്ങനെ കഴിവുണ്ട്, ആ കഴിവുണ്ടെന്ന് ഒരിക്കലും കുട്ടി വന്ന് പറയില്ല. അത് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടിയുടെ മനസ്സറിഞ്ഞ് അവന്റെ കൂടെ സമയം ചെലവഴിച്ച് പാരന്റ്സ് അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളികളിൽ ഏർപ്പെട്ട് അവരോട് സംസാരിച്ച് അന്നത്തെ കാര്യങ്ങളും എല്ലാതും കഥകളിലൂടെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആണ് ആ കുട്ടിയുടെ മനസ്സറിയുന്നത്, അവന്റെ ഇഷ്ടങ്ങൾ അറിയുന്നത്. അവനോട് സംസാരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിന്റെ ഇഷ്ടങ്ങൾ അറിയുന്നത്. അങ്ങനെയാണ് ആ കഴിവുകൾ അറിയുന്നത്. ഒന്നും സംസാരിക്കൂല, കുട്ടിയെ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. എന്നിട്ട് എൻ്റെ മകന് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കഴിവുകളെ കണ്ടെത്തണം. ഓരോ അമ്മമാരും കുട്ടികളുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാരാണോ ടീച്ചേഴ്സ്, അവർക്കൊക്കെയാണ് കുട്ടികളുടെ കഴിവുകളെ കൂടുതൽ അറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആ ഏരിയയിലോട്ട് അവരെ തിരിച്ചുവിട്ട് മുൻപന്തിയിലോട്ട് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡെവലപ്പ് ദെയർ ക്യാരക്ടർ.
ഒരു നല്ല മനുഷ്യൻ ആവണമെങ്കിൽ നമ്മൾ പാരൻസിന്റെ ബിഹേവിയർ, പാരൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുട്ടികൾ നോട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടികളുടെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, കൈൻഡ്നസ്, കരുണയുള്ള മറ്റുള്ളവരോട് കരുണ കാണിക്കുക, എംപതി, ഇതൊക്കെ വീട്ടിൽ നിന്ന് പാരൻസ് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഒരു യാചകൻ വന്നിട്ട് ചോദിക്കുകയാണ്, വിശക്കുന്നു, കുറച്ച് വെള്ളവും ഭക്ഷണവും തരുമോ എന്ന് പാരൻസിനോട് ചോദിക്കുന്നത് കാണുന്ന കുട്ടി, പാരൻസ് ആ യാചകന് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണ്, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം, ആ ഒരു ചിന്ത, ആ ഒരു കൈൻഡ്നസ്, എംപതി ഒക്കെ അവർക്ക് രൂപപ്പെടുകയാണ്. അതേസമയം വിശക്കുന്നു, ഭക്ഷണം വേണം എന്ന് പറയുന്ന ഒരാളോട് പാരൻസ് പറയാണ്, ചീത്ത പറയുന്നു അവരെ. അപ്പൊ ആ കുട്ടി എന്താണ് പഠിക്കുന്നത്? ഇനി അടുത്തൊരാൾ വരുമ്പോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു തോട്ട് അവിടെ നടക്കുകയാണ്. അപ്പൊ നല്ലൊരു മനുഷ്യനാവാൻ, നല്ലൊരു സോഷ്യൽ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങള് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. എന്നാലാണ് അവരുടെ ഒരു ക്യാരക്ടർ രൂപപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ അവരോട് പറയേണ്ട ഒരു കാര്യമാണ്, സ്പെൻഡ് ടൈം അറൌണ്ട് പോസിറ്റീവ് പീപ്പിൾ. നമ്മളെ കുട്ടികളെ പല ആൾക്കാരും, നമ്മൾ പാരൻസ് ഉള്ള സമയത്ത് പല ആൾക്കാരും നല്ല വർത്താനം പറയുന്നവരായിരിക്കാം. പക്ഷേ പാരൻസ് മാറിക്കഴിഞ്ഞാൽ പല കുട്ടികളും ചെറിയ കുട്ടികളോട്, നിന്നെ എന്താ ഇങ്ങനെ ഇരിക്കണേ, നീ എന്താ കറുത്തതാണ്, നീ എന്താ പല്ലെന്താ അങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെ നെഗറ്റീവായിട്ട് പല ആൾക്കാരും പല രീതിയിലാണ് കുട്ടികളോട് പെരുമാറുന്നത്. അപ്പൊ നമ്മൾ പാരൻസ് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ മാറ്റി നിർത്താൻ കുട്ടികളോട് പറയണം. കുട്ടികൾ എപ്പോഴും നെഗറ്റീവായിട്ട് പറയാ, ഒരു നല്ല വാക്ക് പോലും പറയാത്ത ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാൻ ചെറുപ്പം മുതലേ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കണം. അപ്പോഴാണ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് അതിനെ നേരിടാനായിട്ട് പറ്റുള്ളൂ. ഈസി ആയിട്ടാ, എനിക്ക് കളറില്ല, വേണ്ട എന്ന് നമുക്കൊരു മറുപടി പറയാനും അതിനെ ആ ഒരു ലാഘവത്തിലെടുക്കാനും പറ്റുള്ളൂ. പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് നല്ല വിശ്വാസം, നല്ല വാക്കുകൾ പറയുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വാക്കുകൾ ശ്രദ്ധിക്കാനായിരിക്കണം കുട്ടികളോട് പറയേണ്ടത്. അതുപോലെ തന്നെ ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കണം. മറ്റുള്ള കുട്ടികളുടെ വിജയം അവരെ അക്സെപ്റ്റ് ചെയ്യാനും തോൽവി വന്നാൽ നേരിടാനും കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ പല കുട്ടികൾക്കും എക്സാം ഒക്കെ അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടി, മറ്റൊരു കുട്ടിക്ക് സമ്മാനം കിട്ടി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ജയിക്കണം, എനിക്ക് സമ്മാനം കിട്ടണം, ആ ഒരു തോട്ട് പ്രോസസ്സാണ് അവർക്ക് പോകുന്നത്. മറ്റുള്ള കുട്ടികളുടെ വിജയം ചിലപ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പൊ അത് ചെറുപ്പം മുതലേ നമ്മൾ തോൽവിയും വിജയപരാജയങ്ങളും തുല്യമായിട്ടുണ്ടാവും. അതിനെ നേരിടാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ ലോക മൂവി ട്രെൻഡ് ആയിട്ടുള്ള ഒരു മൂവിയാണല്ലോ ലോക. അപ്പൊ അത് ഇറങ്ങിയപ്പോ അതിപ്പോ വിജയിച്ചു, നല്ല രീതിയിൽ വിജയിച്ചു. ഇപ്പോ അതിലത്തെ ആക്ട്രസ് കല്യാണി പ്രിയദർശൻ അച്ഛൻ കൊടുത്തൊരു ഉപദേശമുണ്ട് മകൾക്ക്. അപ്പൊ അത് വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വൈറലായ കുറിപ്പ്? ഇല്ല മാം, എനിക്കറിയില്ല. ഓക്കെ, അതായത് വിജയം തലയ്ക്ക് പിടിക്കരുത്, വിജയത്തിൽ മതിമറന്ന് അഹങ്കരിക്കരുത്, പരാജയം ഹൃദയത്തിലേക്ക് എടുത്തു വെക്കരുത്. അതായത് വിജയപരാജയങ്ങൾ ഉണ്ടാവും. അതായത് വിജയം എന്ന് വിചാരിച്ചിട്ട് വിജയം അത് നമ്മുടെ തലയ്ക്ക് അഹങ്കാരം കൊണ്ടുവരരുത്. അതുപോലെ തന്നെ തോൽവികൾ ഉണ്ടാവും. തോൽവികള് നമ്മുടെ എല്ലാം തകർന്നു പോയി, എനിക്കിനൊരു വേറെ വഴികളില്ല എന്ന് ചിന്തിക്കരുത്. എല്ലാം നമ്മളൊരു എടുക്കേണ്ട ഒരു നല്ലൊരു വാചകം കൂടിയാണത്. തോൽവികൾ ഉണ്ടാവും, വിജയങ്ങൾ ഉണ്ടാവും. വിജയങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം സന്തോഷിക്കല്ല, തോൽവികളും ഉണ്ടാവും. തോൽവികളെ നേരിടാനായിട്ടും കൂടിയും ഇപ്പൊ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കണം. അപ്പൊ ഇതൊക്കെ വരുമ്പോഴാണ് സെൽഫ് എസ്റ്റീം കൂടുള്ളൂ. ഇനി അതുപോലെ തന്നെ പവർ ഓഫ് എൻകറേജ്മെന്റ് ആൻഡ് പ്രൈസ്.
നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല വാക്ക് പറയുമ്പോൾ അവരോട് അവർ ചെയ്തൊരു ചെറിയൊരു എഫേർട്ട് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സൂപ്പർ പവറാണ്, എക്സ്ട്രാ ഓർഡിനറി പവറാണ് അവർക്ക് കിട്ടുന്നത്. എൻകറേജ്മെന്റും പ്രൈസും. അവരെ ഒന്ന് നല്ലത് പറയാ, അവരോട് നന്നായി മക്കളെ എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്തു, ആ നല്ലത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് നന്നായി എന്ന് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അപ്പൊ അതിനേക്കാൾ സന്തോഷമാണ് കുട്ടികളോട് അവർ ചെയ്യുന്ന ഒരു കാര്യം നന്നായി എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു കുട്ടി പാട്ട് പാടാനായിട്ട് സ്റ്റേജിൽ കയറുകയാണ്. അപ്പൊ സ്റ്റേജിൽ കയറി, പക്ഷെ ആ കുട്ടിക്ക് പാട്ട് പാടാൻ പറ്റിയില്ല. ആദ്യത്തെ ഒരു വരി പാടി, രണ്ടാമത്തെ വരി കുട്ടി മറന്നുപോയി, മൂന്നാമത്തെ വരി എന്തോ പകുതി പറഞ്ഞിട്ട് കുട്ടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോ ആ കുട്ടിയോട് പേരൻസ് രണ്ട് വിധത്തിൽ സംസാരിക്കാം. ഒരു പാരന്റ് പറയാണ്, എന്താ നീ പാടുന്നത്? നീ ഇന്നലെ പഠിച്ചതല്ലേ ഇത്? നിങ്ങളെ നാണം കെടുത്താനാണോ നീ പാട്ട് പാടുന്നത് എന്ന് ആ കുട്ടിയോട് പറയുവാണെങ്കിൽ എന്താണ് സംഭവിക്കുക? പിന്നെ ആ കുട്ടി സ്റ്റേജിൽ കയറുമോ? ജീവിതത്തിൽ അവൻ സ്റ്റേജിൽ കയറുമോ? ഇല്ല. അതേസമയം ആ കുട്ടിയോട് പാരന്റ് പറയാണ്, ഓ നീ ഇത്ര വലിയ ആൾക്കാരുള്ള ഒരു സദസ്സില് കേറിയിട്ട് പാടിയില്ലേ, നീ ഭയങ്കര മിടുക്കനാണ് കേട്ടോ, സൂപ്പർഡാ, കൺഗ്രാറ്റ്സ് മോനെ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഗിഫ്റ്റും കൂടി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അത് നെക്സ്റ്റ് സമയം അവൻ ആ സ്റ്റേജില് പാട്ട് പാടിയിരിക്കും, അവന് സന്തോഷമായിരിക്കും. ചെയ്യാനുള്ളൊരു എനർജി, മോട്ടിവേഷൻ നമ്മൾ പാരൻസ് കൊടുത്തു. അപ്പൊ നമ്മൾ എപ്പോഴും കുട്ടികളെ നിനക്ക് പറ്റും, ചെയ്യാൻ പറ്റും, ഇപ്പൊ ചെറിയൊരു എഫേർട്ട് എടുത്തോട്ടെ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക, അവരുടെ ചെറിയ ചെറിയ എഫേർട്ടിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ അവരെ മുമ്പില് കൊണ്ടുവരണം. അല്ലാതെ ഒരിക്കലും അവരാര് എഫേർട്ട് ഇട്ടിട്ടില്ല, ഞാൻ വിചാരിച്ച പോലെ ആയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. ഇത് പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യണം. തെറ്റിൽ നിന്ന് തന്നെയാണ് പഠിക്കുക, ആരും പെർഫെക്റ്റ് ആവുന്നില്ല. തെറ്റുകളെല്ലാം ലേണിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ ഓക്കെ ആവും എന്നൊരു വിശ്വാസം നമ്മൾ പാരൻസ് കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പോ തോമസ് എഡിസന്റെ കഥ കേട്ടിട്ടില്ലേ? ചെറുപ്പത്തിലത്തെ തോമസ് എഡിസൺ ബൾബൊക്കെ ഇൻവെന്റ് ചെയ്തിട്ടുള്ള തോമസ് എഡിസൺ കുട്ടിക്കാലത്ത് അവന്റെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഒരു കഴിവുമില്ല, നീയൊന്നും പഠിച്ചിട്ട് എവിടെയും എത്തില്ല എന്ന് പറഞ്ഞ ടീച്ചേഴ്സ്, അങ്ങനെ പറഞ്ഞ എഡിസനെ അവന്റെ അമ്മ, നിങ്ങൾക്ക് എൻ്റെ മകന്റെ കഴിവിൽ വിശ്വാസമില്ലായിരിക്കാം, പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് അവനെ എൻകറേജ് ചെയ്തിട്ടുള്ളത് അവന്റെ അമ്മയാണ്. ഇപ്പൊ എഡിസൺ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും നല്ല അധ്യാപിക. അപ്പൊ ആ കുട്ടിയെ അമ്മ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന ഒരാളാണ്. കഴിവില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ എഡിസൺ ഇന്നിപ്പോ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കുന്നു, അദ്ദേഹത്തിന്റെ കഴിവുകളെ പറയുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട്, പ്രൈസ്, എൻകറേജ്മെന്റ് ഇതൊക്കെ കൊടുക്കേണ്ട സമയത്ത് കുട്ടികൾക്ക് കൊടുക്കണം. ഓരോ സമയത്തും കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ചെറുപ്പം മുതലേ നമ്മൾ ആത്മവിശ്വാസം കൊടുത്തിട്ട് വളർത്തണം. അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്ന കാര്യമല്ല അത്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. അപ്പൊ നമ്മൾ പറയണം, യു ആർ ഡൂയിങ് ഗ്രേറ്റ്, കീപ് ഡൂയിങ്, ഐ ബിലീവ് ഇൻ യു, അങ്ങനത്തെ യു ക്യാൻ ഡൂ ഇറ്റ്, അങ്ങനെ അവരെപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ആ വാക്കുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു എനർജി, നമ്മുടെ അച്ഛനും അമ്മയും, അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയും അവരോട് നല്ല അവരെ പ്രേസ് ചെയ്യുക, അവർ ചെയ്ത കാര്യങ്ങൾ എൻകറേജ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അവർക്ക് നെക്സ്റ്റ് ടൈം എന്താണ്, അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അപ്പൊ നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്നെ ഇനിയും അപ്രിഷിയേറ്റ് ചെയ്യും എന്ന് അവർക്ക് തോന്നും. അതുപോലെ തന്നെ കുട്ടികളെ മോട്ടിവേറ്റ്
ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ആ കുട്ടികളെ ചെറിയ ചെറിയ റിസ്കുകൾ ഏറ്റെടുക്കാൻ പ്രാപ്തരാക്കണം. ചെറിയ ചെറിയ റിസ്കുകൾ അവർക്ക് കൊടുക്കുക, ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക, അവരത് ഫിനിഷ് ചെയ്യട്ടെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. എവിടെയാണ് നന്നായത്, ഇനി എവിടേക്ക് ഞാൻ കുറച്ചും കൂടിയും നന്നാവാനുണ്ട്, അപ്പോൾ ഫീഡ്ബാക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അതുപോലെ നെഗറ്റീവ് തോട്ട്, കുട്ടി പറയുന്ന ഐ കാൺട്ട് ഡു, അപ്പൊ ആ അങ്ങനത്തെ നെഗറ്റീവ് വേർഡ്സിനെ, ലൂസർ, ഐ എം എ ലൂസർ എന്നൊക്കെ പറയുമ്പോൾ ആ നെഗറ്റീവ് വേർഡിനെ റീപ്ലേസ് ചെയ്തിട്ട് യു ക്യാൻ ഡു ഇറ്റ്, നെക്സ്റ്റ് ടൈം നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് അവരെ പറയണം. ഒരു നെഗറ്റീവ് നിങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ, ഒരു നെഗറ്റീവ് വേർഡ് കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ എന്താണ് 3 പോസിറ്റീവ് വേർഡെങ്കിലും കുട്ടിയോട് പറയണം എന്നാണ്. അപ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടീനെ അഭിനന്ദിക്കണം. അപ്പൊ അവൻ ചെയ്ത നല്ല കാര്യം എടുത്തു പറയാം. അപ്പൊ അവന് ഇനിയും ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നും. അപ്പൊ നമ്മൾ ഈ ചെറുപ്പം മുതലേ പ്രോത്സാഹിപ്പിക്കണം കുട്ടികളെ. ചെറുപ്പം മുതലേ അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. നമുക്ക് ആ കുട്ടികളെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുവരണം. അപ്പൊ പാരന്റ്സ് ചേർത്ത് നിർത്താൻ മക്കളെ. തെറ്റുകൾ സംഭവിക്കട്ടെ, നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുക. തെറ്റുകളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ അവർ പഠിക്കും. തെറ്റുകൾ ഉണ്ടാക്കട്ടെ, മിസ്റ്റേക്ക് ഉണ്ടാക്കട്ടെ, അങ്ങനെ അവർ ബെറ്റർ ആയിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടികളെ ചേർത്ത് നിർത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം. നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. നിങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ പാരന്റ്സ്, നിങ്ങൾ മാതാപിതാക്കളാണല്ലോ, അതുപോലെ ടീച്ചേഴ്സ് ഉള്ളവരുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ എൻകറേജ് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വന്നിട്ട് പറയാം. പാരന്റ് ആയിട്ടുള്ളവര് അർച്ചന മാം മാത്രമേ ഉള്ളോ? ലിഫ്ന മാം, സജീറ, ശശികല, ഒരുപാട് പേരെ കാണുന്നുണ്ടല്ലോ. ഹലോ, ഞാൻ അവരെ പറഞ്ഞോളൂ. മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇതുപോലെ അർച്ചന മാം പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഞാന് നമ്മുടെ മോർണിംഗ് സർക്കിളാണോ അറിഞ്ഞൂടാ, ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ. അവരുടെ മുന്നൊന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിപ്പോ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ലൈക്ക് അവർക്ക് അവരെ ഒരു വിഷ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവർ കേൾക്കെ പ്രാർത്ഥിക്കുമ്പം അത് ഭയങ്കര അവരുടെ മുന്നിൽ തന്നെ അവർക്ക് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര, എനിക്കത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ്. മീൻസ് അവരെന്നെ എപ്പോഴും പുറത്ത് പറയും, അതായത് എൻ്റെ ഉമ്മയെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ലൈക്ക് ദാറ്റ്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ നോർമലി ചെയ്യുന്ന തന്നെയാണ്. നമ്മൾ ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നമ്മുടെ മോർണിംഗ് സർക്കിൾ ഒരാള് ഒരിക്കൽ ഷെയർ ചെയ്തതാണിത്. കുട്ടികളുടെ മുന്നിന്നും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. യെസ്, താങ്ക് യു ലിഫ്ന മാം. ലിഫ്ന മാമിന്റെ അനുഭവം പറഞ്ഞപ്പോ അത് നമുക്കും അതിൽ നിന്നൊരു പാഠമായല്ലേ? അതെ അതെ, അതാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? നല്ല ക്ലാസ് ആയിരുന്നു റിയ മാമിന്റെ, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു, കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. താങ്ക് യു റിയ. റിയ മാം, നല്ല ക്ലാസ്. കാലഘട്ടത്തിന് യോജിച്ചൊരു ടോപ്പിക്കുമായിട്ടാണ് റിയ മാം വന്നത് അല്ലെ? ഇപ്പോഴത്തൊക്കെ പാരന്റിങ് എന്നതിന്റെ ഒരു മെയിൻ ടോപ്പിക്കായിട്ടാണ് ഇപ്പൊ എല്ലാവരും എങ്ങനെ മക്കളെ വളർത്തും എന്നറിയാതെ വിഷമിക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ട്. കാരണം അവര് വളർന്ന ഒരു ചുറ്റുപാടല്ല ഇപ്പോ മക്കൾ വളരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു നല്ലൊരു മാർഗമാണ് റിയ മാം പറഞ്ഞു തന്നത്.
ഇപ്പൊ നേരത്തെ അർച്ചന മാം പറഞ്ഞ പോലെ റിയ മാമിന്റെ ക്ലാസ് കേട്ടപ്പോഴും ഞാനും ഓർത്തു. എനിക്ക് 3 മക്കളാ. അപ്പൊ രണ്ടുപേരെ അവര് സ്വയം പഠിച്ചാൽ ഒന്നും ആവില്ല എന്ന് വിചാരിച്ച് വൈകുന്നേരം ഞാനൊരു ടീച്ചറായിട്ട് അങ്ങോട്ട് പഠിപ്പിക്കും. ഞാൻ പഠിപ്പിക്കുന്നത് അവരെ തലയിലേക്ക് കയറുള്ളൂ. അങ്ങനെയായിരുന്നു ഞാൻ പഠിപ്പിച്ചത്. ഞാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടൂല. അത് ശരിയായിരുന്നു. ഞാൻ പഠിപ്പിച്ചത് അവരെഴുതി വെക്കും, നല്ല മാർക്ക് വാങ്ങിയിട്ട് വരും. പക്ഷെ പിന്നെ ഞാൻ എൻ്റെ 3ാമത്തെ മോന്റെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് എനിക്ക് മോനെ പഠിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ആ എക്സാമിന് അവൻ തോറ്റു. അതിലാണ് എനിക്ക് ബോധം വെച്ചത്, ഇങ്ങനെ പോയാൽ എൻ്റെ മക്കൾ എവിടെ എത്തും, ഞാനില്ലെങ്കിൽ എന്താവുക ഒരവസ്ഥ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് പിന്നെ ചെറിയ മോനെ ഞാനിപ്പോൾ റിയ മാം പറഞ്ഞ രീതിയിലൊക്കെ അവൻ്റെതായ കാര്യങ്ങൾ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യിക്കും. പഠിക്കാൻ ഒരു 1-2 ക്ലാസ് വരെയൊക്കെ ഞാൻ പഠിപ്പിക്കും. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് ഇരിക്കും, തെറ്റെന്തെങ്കിലും പറയുന്നുണ്ടോന്ന് ശ്രദ്ധിക്കും, അത് തിരുത്തി കൊടുക്കുന്നല്ലാതെ ഇങ്ങനെ പഠിക്കുക അങ്ങനെ എഴുതുന്ന് പറഞ്ഞ് ആദ്യം ഞാൻ പഠിച്ച് അവന് കോരിക്കൊടുക്കുന്ന ആ രീതിയിലുള്ള പഠിപ്പിക്കലൊക്കെ ഞാൻ നിർത്തി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ അങ്ങനെ വളർത്തിയ ചെറിയ മോനാണ് ഇപ്പോ മൂത്ത 2 പേരെക്കാളും ഒരു കാര്യപ്രാപ്തിയുള്ള ആളായിട്ട് വളരുന്നത്. അവന്റെ കാര്യത്തിന് അവൻ മതി എന്ന്. ഇപ്പൊ ആള് 7th എത്തിയിട്ടേ ഉള്ളൂ. എന്നാലും PGക്ക് പഠിക്കുന്ന ജ്യേഷ്ഠനേക്കാൾ 7th പഠിക്കുന്ന മോനാണ് ഇപ്പൊ ആക്റ്റീവായിട്ടും എല്ലാ കാര്യത്തിനും അവൻ്റെതായിട്ട് വരുന്നത്. മൂത്ത മോൻ എന്താണെങ്കിലും വിളിക്കുമ്പോ ഇനി എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊന്നും എനിക്ക് മനസ്സിലായി ആ വ്യത്യാസം. അത് നമ്മുടെ പാരന്റിങ്ങിന്റെ കുഴപ്പം തന്നെയാണ്. നമ്മുടെ മക്കൾ നന്നാവുന്നതും ചീത്തയാവുന്നതൊക്കെയെന്ന് എനിക്ക് മനസ്സിലായി മാം. അപ്പൊ അതിനൊരു നല്ലൊരു ക്ലാസ് ആയിട്ട് നല്ലൊരു അനുഭവത്തോടെ എനിക്ക് കേട്ടിരിക്കാൻ പറ്റി മാമിന്റെ ക്ലാസ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് അനീസ മാം. അനീസ മാം ആ അനുഭവം പറഞ്ഞപ്പം ആക്ച്വലി ഈ ക്ലാസ്സിനൊരു മീനിങ്ങും കൂടിയായി അതെ അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യമാണല്ലോ ഇപ്പൊ അനീസ മാം അനുഭവത്തിലൂടെ പറഞ്ഞത്. അതെ 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 കാരണം കോരിക്കൊടുത്ത 2 പേരും എങ്ങനെയാണ് മറ്റേയാൾ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മുൻപില്. അതെ 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 കറക്റ്റാണ്. അന്ന് നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊന്നും കിട്ടുന്നില്ലല്ലോ. അതെ ഇപ്പോഴല്ലേ അതെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ധാരാളമായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ അതിന്റെ മാറ്റം നല്ലോണം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും സത്യമാണ്. ഉം. അപ്പൊ അതിന് നമ്മൾ വിമ്പിളിനോട് നന്ദി പറയണം. അതെ അതെ ഓക്കെ. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ? ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരാൾ പഠിച്ച് ക്ലാസ് എടുക്കുന്നതും അതുപോലെ അനുഭവത്തിൽ വന്നിട്ട് ക്ലാസ് എടുക്കുന്നതും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ? ഇപ്പൊ അനീസ മാം പറഞ്ഞത് അല്ലേ, അവര് കുറെ അനുഭവത്തിൽ ഈ പാരന്റിങ് ക്ലാസ് പഠിച്ച് അനുഭവത്തിൽ വന്നത് കൂടിയാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്തരം ക്ലാസ്സുകൾ കിട്ടുന്നതിന് മുമ്പ് ആർക്കും അറിയില്ല എങ്ങനെ ഒരു കുഞ്ഞിനെ നന്നായി പാരന്റിങ് ചെയ്യണം എന്നുള്ളത്. ആർക്കും അറിയില്ല. പാരന്റിങ് പഠിച്ചിട്ടല്ല ആരും അമ്മയാകുന്നത്. അപ്പോൾ അവിടെ അപാകതകൾ വരും. കുട്ടിയെ ഏത് ഭാഗത്താണ് വൃത്തിയാക്കി വിടേണ്ടത്, എവിടെയാണ് നമ്മൾ അവരെ ഇതാക്കേണ്ടത്, എൻകറേജ് ചെയ്യേണ്ടത്, എവിടെയാണ് അവർക്ക് കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് അറിയുന്നില്ല. അതേസമയം അത് അറിഞ്ഞപ്പോ അനീസ മാം പറഞ്ഞ പോലെ അത് അറിഞ്ഞപ്പോ ആ കുട്ടിയെ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റി അല്ലേ? സത്യത്തിൽ പാരന്റിങ് എന്ന് പറഞ്ഞാല് ശിക്ഷണം അങ്ങനെയല്ല, അവരെ ഈ പറഞ്ഞ പോലെ അവരെ ശരിക്കും ഒരു ഗൈഡൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ. അതിനും ഓരോ പ്രായത്തിലും ഓരോ ഇതുണ്ട്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യക്കകത്തൊക്കെ ഇപ്പോഴാണ് ഈ പാരന്റിങ് ക്ലാസ് ഒക്കെ ഇത്രയും വിപുലമായി മാറിയത്. അതേസമയം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പാരന്റിങ്ങിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളും ഇഷ്ടംപോലെ ക്ലാസ്സുകളും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഇന്ത്യയില് ആണ് ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു ടെക്നോളജി ഒക്കെ വളർന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ക്ലാസ് കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാണ് ഇതുപോലെ ഒരു സിസ്റ്റത്തിലൂടെ ഒന്നും ക്ലാസ് എടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ വല്ല ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങി കൂടും അല്ലേ ഇത്തരം ക്ലാസ്സുകളൊക്കെ. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനർ കോഴ്സിൽ വന്ന ഒരുപാട് ആൾക്കാർ അവരുടെ നിഷ് ഏരിയ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ നിഷ് ഏരിയ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്താണ് എടുക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് അതിനകത്ത് തന്നെ ഇപ്പൊ ട്രെയിനറായ നമുക്ക് തന്നെ 10 കുട്ടികൾ വരുമ്പോൾ ഈ 10 പേരും 10 സ്റ്റുഡന്റും എടുക്കുന്നത് 10 നിഷ് ഏരിയ ആണെങ്കിൽ ആ 10 നിഷ് ഏരിയയും നമുക്ക് പഠിക്കാൻ പറ്റും അവരിലൂടെ.
അവർ റിസർച്ച് ചെയ്തും പഠിച്ചും കൊണ്ടുവരുന്ന കോണ്ടന്റ് അവിടെ വന്ന് അവർ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് പറയണമെങ്കിൽ നമ്മൾ അത് പഠിക്കണം. അങ്ങനെയും നമ്മൾ പഠിക്കാൻ നിർബന്ധിതരായി തീരണം. അപ്പോൾ ഒരു പഠനം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് പോലും പഠനങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ലേ? എങ്ങനെ മക്കളെ വളർത്തണം, എങ്ങനെ വീട്ടിൽ പെരുമാറണം, എങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയായി മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പോലും പഠിക്കാനും അറിയാനും ഒരുപാട് ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലരും ഈ പറഞ്ഞതുപോലെ സിനിമയുടെയും ആസ്വാദനത്തിന്റെയും റീൽസിന്റെയും ഒക്കെ, സിനിമ കാണണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വേണം ആവശ്യത്തിന്. പക്ഷെ അതിനപ്പുറത്തേക്ക് വെറുതെ ഫോണിൽ കുത്തിയിരുന്ന് അങ്ങനെ സമയം കളയുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലെ? റീൽസ് കണ്ട് 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 പക്ഷെ അവര് പെടപ്പാവുന്നുണ്ട്, അതിൽ നിന്ന് റിക്കവർ ആവണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇവിടെയൊക്കെയാണ് നമ്മളെ വിംബിൾ അക്കാഡമി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുത്ത് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് ഇതൊരു ഹാബിറ്റാക്കി മാറ്റുകയാണ്. അവരുടെ റീഡിങ് ഇംപ്രൂവ് ചെയ്യാണ്. അതുപോലെ അവരെ ക്ലാസ്സുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലെ? അവരുടെ നിഷ് കണ്ടെത്തി അതിൽ അവരെ മാസ്റ്ററാക്കി വിടുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ വിംബിൾ അക്കാഡമിയിലൂടെ നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം സ്റ്റുഡൻസിൽ നിന്ന് നമുക്കും കിട്ടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറഞ്ഞാൽ രണ്ടും ഒരു സൈഡിലും ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഏരിയകളിലൂടെ ഒക്കെ നമുക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഒരു വിംബിൾ അക്കാഡമിയിലെ എല്ലാ കോഴ്സിനേക്കാൾ കൂടുതലായിട്ട് ട്രെയിനർ കോഴ്സിന് ഉണ്ട് എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് അല്ലേ? ഇപ്പൊ തന്നെ റിയ മാമിന്റെ പാരന്റിങ് ക്ലാസ് കേട്ടു, അതുപോലെ അനീസ മാമിന്റെ പാരന്റിങ് ക്ലാസ് ഇതിന് മുന്നേ എടുത്തിരുന്നു, അർച്ചന മാം എടുത്തത് പ്രീ മാരിറ്റബിൾ കൗൺസിലിംഗ് അതിനെ കുറിച്ച്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ നിശ ഏരിയ, വ്യത്യസ്തങ്ങളായ നിശ ഏരിയ ആയിട്ട് നമ്മളിലേക്ക് വരുന്നവരൊക്കെ ഈ പറഞ്ഞ പോലെ എന്താണ് നമുക്കും ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ കൂടുതലൊന്നും പറയുന്നില്ല, ഇത്രയും സമയം നമുക്ക് വേണ്ടി സംസാരിച്ചു, അതുപോലെ ഇന്ററാക്ട് ചെയ്തു, ഓഡിയൻസിനോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു പോവുക എന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു പെന്നും പേപ്പറും എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സ്വയം ഒരു മാർക്ക് കൊടുക്കുക. ഞാൻ എന്ന പാരന്റിന് ഞാൻ മാർക്ക് ഇടുക. ഇപ്പൊ എൻകറേജ് ചെയ്യുന്നുണ്ടോ, കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുന്നുണ്ടോ? അവരെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ അവരെ കുട്ടികളെ റെസ്പെക്ട് ചെയ്യണം. ഞാൻ പ്രസവിച്ചത് കൊണ്ട് ഞാൻ പറയണ നീ കേട്ടാൽ മതി എന്നൊരു നിലപാടിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അവർക്ക് അവരുടേതായ വ്യക്തിത്വങ്ങളുണ്ട്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ മര്യാദ പഠിപ്പിക്കാനുള്ള അധികാരവും നമുക്കുള്ളൂ അല്ലേ? അപ്പോൾ ഒരു നല്ലൊരു പേരന്റ് ആവാൻ നിങ്ങൾക്കും എനിക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അടുത്തൊരു ദിവസം അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വരാം. എന്തായാലും റിയ മാമിനും അതുപോലെ നമുക്ക് ഇൻട്രോ പറഞ്ഞ അനീസ മാം, അതുപോലെ ഇതുവരെ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത നിങ്ങൾ ഓരോരുത്തരും, അതുപോലെ ഇന്ററാക്റ്റീവ് ചെയ്തവർക്കൊക്കെ വിംബിൾ അക്കാഡമിയുടെയും എന്റെയും പേരിൽ ഞാൻ നന്ദി പറയാണ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.